നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KGF എന്ന സിനിമയിൽ പ്രധാനമായും ഒരു സ്വർണ്ണഖനിയും അതിൽ പിന്നാലെ നടക്കുന്ന വേട്ടകളും മറ്റുമാണ് ആ ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. ആ സിനിമകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്വർണ്ണഖനി ഇന്ത്യയിലുണ്ടെങ്കിലോ? ഒഡീഷയിലെ ദിയോഗർ ജില്ലയിലെ അഡാസ് രാംപള്ളി പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്വർണ്ണ നിക്ഷേപമുള്ള ഖനി കണ്ടെത്തി. ഖനി ലേലം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് ഒഡീഷ സർക്കാർ ഒരു സ്വർണ്ണ ഖനി ലേലം ചെയ്യുന്നത് എന്ന് സംസ്ഥാന സ്റ്റീൽ ആൻഡ് മൈൻസ് മന്ത്രി വിഭൂതി ജന നിയമസഭയിൽ പറഞ്ഞു. കോപ്പറിനായുള്ള പൊതുവായ പര്യവേഷണത്തിനിടെയാണ് ഈ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. 1981-83 1989-96 ഇടയിൽ നടത്തിയ പ്രാഥമിക സർവേയിൽ കിയോഞ്ജർ ജില്ലയിലെ ഖോപൌർ, ഗാസിപൂർ പ്രദേശങ്ങളിലും സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. 2021-22 മുതൽ GSIയും ഡയറക്ടർ ഓഫ് മൈൻസ് ആൻഡ് ജിയോളജി ഇവിടെ സംയുക്തമായി പുനർ സർവേ നടത്തിയിരുന്നു. ഖോപൌർ, ഗാജിപൂർ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഗുണനിലവാരവും അളവും കണക്കാക്കിയിട്ടില്ലാത്തതിനാൽ ഈ മിനറൽ ബ്ലോക്കിന്റെ കൂടുതൽ പര്യവേക്ഷണത്തിന് നിലവിൽ പദ്ധതികളൊന്നുമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒഡീഷ മൈനിംഗ് കോർപ്പറേഷൻ കിയോഞ്ജർ ജില്ലയിലെ മംഗളചുവാൻ, സലൈക്കാന, ദിമിരിമുണ്ട പ്രദേശങ്ങളിലെ സ്വർണ്ണ നിക്ഷേപ സർവേ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മയൂർഭഞ്ച് ജില്ലയിലെ ജോഷിപൂർ, സുരിയാഗുഡ, റുവൻസില, ഇന്തൽകുച്ച്, മറേദിഹി, സുലൈപത്ത് എന്നിവിടങ്ങളിൽ സ്വർണ്ണഖനികൾ കണ്ടെത്തുന്നതിനായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മൈൻഡ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും പ്രാഥമിക സർവേകളും നടക്കുന്നുണ്ട്. കൂടാതെ സുന്ദർഗഡ്, നമ്പരംഗപൂർ, അങ്കുൽ, കോരാപുട്ട്, മൽക്കൻഗിരി, സംബൽപൂർ, ബൌദ്ധ് തുടങ്ങിയ ജില്ലകളിൽ ചെറിയ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന സൂചനയുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഇതുവരെ വിശദമായ സർവേകൾ നടത്തിയിട്ടില്ലെന്നും ജന കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടുകൾ പ്രകാരം അഡാസ മേഖലയിൽ ചെമ്പിനൊപ്പം 1685 കിലോഗ്രാം സ്വർണ്ണ അയിരും GSI കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ അയിരിൽ നിന്ന് സ്വർണം വേർതിരിച്ച് സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് പദ്ധതിയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ 2023 ഫെബ്രുവരിയിൽ ഡയറക്ടറേറ്റ് ഓഫ് മൈൻസ് GSI നടത്തിയ സർവേയിലും ദിയോഗർ, കിയോഞ്ജർ, മയൂർഭഞ്ച് ജില്ലകളിലും സ്വർണ്ണ ശേഖരം കണ്ടെത്തിയിരുന്നു.